ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഈ ചിരിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്നല്ലേ, നമ്മൾ ഈ പോകുന്നത് ഒരു പണി ഏറ്റുവാങ്ങാനാണ് പോകുന്നത്. ഗൂഗിൾ അമ്മായി നമ്മളെ ചതിച്ചു ഗൈസ്, നമ്മളെ ചതിച്ചു. നമുക്ക് പണി കിട്ടി. ഗൂഗിൾ മാപ്പിനെ നമ്പരുത് എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും വന്ന് അത്രയും ദൂരം തിരിച്ചു പോകണമെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റിലെ ചേച്ചി പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴി, അതായത് ഞങ്ങൾ മച്ചിപ്പിലാവ് എന്നുള്ള സ്ഥലത്തായിരുന്നു സ്റ്റേ, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിമാലി വഴി മൂന്നാറിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ലക്ഷ്മി എസ്റ്റേറ്റ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആ റൂട്ടിലേക്ക് ഒരു വിരിപ്പാറ എന്ന് പറയുന്നൊരു വാട്ടർഫോൾ ഉണ്ട്. അത് കാണാനുള്ളൊരു ഷോർട്ട് കട്ടാണ് നമുക്ക് ഗൂഗിൾ പിടിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ ഇതുപോലെ കല്ലൊക്കെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പതിയെ കയറി വരാമെന്നായിരുന്നു പ്ലാൻ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ മുന്നോട്ടേക്ക് പോയപ്പോൾ ഇതിനേക്കാൾ ദുർഘടം പിടിച്ച വഴിയായിരുന്നു. അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ, പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങോട്ട് ബൈക്ക് പോയിടുന്നുണ്ട്, അവിടേക്ക് വണ്ടി വെച്ചിക്കല്ലേ, പോയി നോക്കണോ? ബൈക്ക് പോകുന്നു, അവിടേക്ക് വണ്ടി വെച്ചിക്കേ. തുടക്കത്തിൽ രണ്ട് സൈഡിലും തേയിലത്തോട്ടമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു സൈഡിൽ മാത്രമായി തേയിലത്തോട്ടം. ഇപ്പുറത്ത് താഴോട്ടൊരു കുഴിയാണ്. ഇലക്ട്രിക് ഫെൻസൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക്. ചെറിയ റോഡാണ്, അപ്പം ജീപ്പ് സവാരി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ലാത്ത വാഹനങ്ങൾ പോകുമെന്നറിയില്ല. കല്ലൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ദൂരം കഴിഞ്ഞ് നടന്നിട്ട് ബൈക്കിൽ കയറാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് ദൂരം പോയി കഴിയുമ്പം വീണ്ടും ഇതുപോലെ തന്നെയുള്ള റോഡ് കിടക്കുന്നത്. വീണ്ടും ഞാൻ നടക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്തത്. കുറച്ച് നല്ല വഴി കാണുമ്പോൾ ബൈക്കിൽ കയറും, അങ്ങനെയായിരുന്നു. നടക്കാനാണെങ്കിലാ അല്ല, അത് കാണാൻ പറ്റുമോ? നടക്കാം, നമുക്ക് അവിടെ എവിടെയെങ്കിലും ബൈക്ക് കൊണ്ടുപോയി വെച്ചു അവിടെ കൊണ്ടുപോയില്ലേ? നടക്കാനാണെങ്കിൽ ഇല്ല, ഇതങ്ങറ്റ ഇതേ അതിന് പോകുന്ന നോക്കാം. വാട്ടർഫോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് ഇറങ്ങുന്നത് അതിലോ.
പൊക്കാൻ പറ്റുമോ? ഓ ഇത്രയേ ഉള്ളൂ കേട്ടോ. പൈസ ഉണ്ടേ? ഗൂഗിൾ പേ എടുക്കും. ഗൂഗിൾ പേ പൈസ എടുക്കണ്ടേ? ആ എത്ര രൂപ വേണം ചേച്ചി? ഇനി നമ്മൾ മൂന്നാർ പോകണമെങ്കിൽ എങ്ങോട്ട് പോകണം? മൂന്നാർ പോകണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? വന്ന വഴി തിരിച്ചു പോകണം. ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകും. ഇവിടെയാണെങ്കിൽ ഗൂഗിൾ പേയും ഇല്ല. അപ്പം നമ്മൾ വിചാരിച്ചു വന്ന വഴി തിരിച്ചു പോകാം അല്ലേ. ഇനി ഈ വാട്ടർഫോൾ ആണെങ്കിൽ നമുക്ക് അവിടെ എവിടെയോ ചെന്ന് നമുക്ക് പണി കിട്ടി. ഗൂഗിൾ മാപ്പിനെ നമ്പരുത് എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. പോകുന്ന വഴി ഗൂഗിൾ മാപ്പിലാണ് ഈ വാട്ടർഫോൾ പിടിച്ചത്. അവൻ നല്ലൊരു ഓഫ് റോഡ് കയറ്റി. വാട്ടർഫോൾ ഉണ്ട്, അങ്ങ് ദൂരെ എവിടെയോ ശബ്ദം കേൾക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും വന്ന് അത്രയും ദൂരം തിരിച്ചു പോകണമെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റിലെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. സോ അല്ല നമുക്ക് തുടക്കമേ തേപ്പാണ്. അവിടെ എവിടെയുണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് എങ്ങനെ വരാൻ പറ്റും? ഇങ്ങോട്ട് ഇറങ്ങണ്ട, മൂവ് പോവാം. വേണ്ട ഓക്കെ കാര്യങ്ങൾ. എന്തൊക്കാ നടക്കാം, പറ്റുന്നിടത്ത് നടക്കാം. ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഓഫ് റോഡ് പ്രതീക്ഷിച്ചില്ല. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, എനിക്കിപ്പോൾ നടക്കേണ്ട അവസ്ഥയില്ലേ. അങ്ങോട്ടുള്ള വഴിയാണ് ആദ്യം ഗൂഗിൾ മാപ്പ് പിടിച്ചു തന്നത്. അപ്പോൾ ആ വഴി എടുത്തിരുന്നെങ്കിൽ കാണാച്ചത്. നമ്മൾ പോയ വഴിയും വാട്ടർഫോളിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് ഒരു പാസ് എടുക്കണമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. അവിടെയാണെങ്കിൽ ഗൂഗിൾ പേയും ഇല്ല, പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ പിന്നെ 500 രൂപയും കൊണ്ട് ഊട്ടി തണ്ടാണ് ഇറങ്ങിയിരിക്കുമെന്ന് പറയുമ്പോൾ ആയിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ചേച്ചി 2 കൂടെ ഭയങ്കര സെറ്റപ്പിൽ റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാതെ എന്ന് വിചാരിച്ചു കാണും.
അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വാട്ടർഫോളിന് അങ്ങോട്ടേക്ക് നടന്നു പോയി കാണാൻ പറ്റും. അതല്ലാതെ ആണെങ്കിൽ മെയിനായിട്ട് വേറൊരു വഴിയുണ്ട്, മൂന്നാറിലേക്ക് പോകുന്ന വഴി വേറൊരു വഴിയുണ്ട്, അതിലേയും നമുക്ക് പോകാൻ പറ്റും. അവിടെ ചിലപ്പോൾ ഗൂഗിൾ പേ ഒക്കെ കാണുമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. എന്തായാലും നമുക്ക് അതിനുള്ള വാട്ടർഫോൾ കാണാനുള്ള മൂഡ് അങ്ങനെ പോയി കിട്ടി. ഞാൻ നടന്നും ഇക്ക ബൈക്കിലും ഇരുന്ന് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെഗ്മെൻറ്റ് ഞങ്ങളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. എന്നിട്ട് കുറച്ച് ആ പ്ലാന്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ മൂന്നാറിലേക്കാണ് പോയത്. അപ്പോൾ വന്നത് നമ്മൾ മൂന്നാറിലേക്ക് പോയതൊരു ലക്ഷ്മി എസ്റ്റേറ്റിന് അടിപൊളി വഴിയിലൂടെയാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ പിറകെയായിട്ട് അപ്ലോഡ് ചെയ്യാം. വളരെ സീനായിട്ടുള്ള റോഡായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെട്രോൾ പമ്പും കണ്ടെത്തണം, ATM കണ്ടെത്തണം. അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ വട്ടവടയിലേക്കാണ് പോയത്. അവിടെ വട്ടവട എക്സ്പ്ലോറിംഗ് ആണ് അടുത്ത് വരുന്ന വീഡിയോസൊക്കെ. അതുവരേക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.